ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതും കുറച്ചൊരു ഞാൻ പറഞ്ഞല്ലോ ബിഗിനേഴ്സിന് തന്നെയാണ് ഉദ്ദേശിച്ചുള്ളത്. ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ള, അതാകുമ്പോൾ മോർ എഫക്റ്റീവ് ആയിരിക്കും, വളരെ ഈസി ആയിട്ടുള്ള വർക്കൗട്ടാണ്. എന്താണെന്ന് വെച്ചാൽ പ്രസവശേഷിയുള്ള വയറ് അത് കുറയാനായിട്ട് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്താ പ്രസവശേഷിയുള്ള എൻ്റെ വയറ് കുറയാത്തത്? ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ട് 1 year ആയി, അല്ലെങ്കിൽ ഞാൻ ആഫ്റ്റർ ഡെലിവറി ഞാൻ എപ്പോൾ തൊട്ട് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങണം എന്തെങ്കിലും ഒരുപാട് ചോദ്യം എന്നോട് ചോദിച്ചിട്ടുണ്ട്. അതിനുള്ളൊരു മറുപടി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. പ്രസവശേഷം വയറ് കുറയുന്നില്ല, അല്ലെങ്കിൽ ഞാൻ എപ്പോൾ തൊട്ട് ആഫ്റ്റർ ഡെലിവറി ഞാൻ എപ്പോൾ തൊട്ട് വർക്കൗട്ട് ചെയ്യണം? എൻ്റെ ഒരു ഒപ്പീനിയൻ അനുസരിച്ചിട്ട് ആഫ്റ്റർ ഡെലിവറി, ഇപ്പോൾ C-section ആയിരിക്കാം, നോർമൽ ഡെലിവറി ആയിരിക്കാം, ചിലവർ ബ്രീത്തിങ് എക്സസൈസ് 1 week അല്ലെങ്കിൽ 2 week ശേഷം ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്നവരുണ്ട്. അതും മോർ എഫക്റ്റീവാണ്. പിന്നെ മെയിൻ എക്സസൈസ് ഒക്കെ ചെയ്യുകയെന്ന് വെച്ചാൽ നോർമൽ ഡെലിവറി 1.5 month ശേഷവും സിസേറിയൻ ആകുമ്പോൾ 2 month ശേഷം ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. നിങ്ങൾക്ക് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഡോക്ടർ ചെക്കപ്പിന് പോകുന്ന സമയത്ത് എനിക്ക് ഡോക്ടറോട് ചോദിക്കും, ഡോക്ടർ ഞാൻ എപ്പോൾ തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം വർക്കൗട്ട്, എപ്പോൾ തൊട്ട് ഓരോ വ്യായാമങ്ങളൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് ചെയ്യണം? നിങ്ങൾക്ക് ഡോക്ടറോട് തന്നെ ചോദിക്കാം. കാരണം ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് ചെയ്യുന്ന വീഡിയോ ഞാൻ ഓരോ വർക്കൗട്ട് കാണിച്ചു തരുന്നതാണ് നിങ്ങൾക്ക്. പക്ഷേ ഓരോ പേഴ്സൺ ഓരോ ബുദ്ധിമുട്ടുകളുണ്ടാവും. ആഫ്റ്റർ ഡെലിവറി പല പല ബുദ്ധിമുട്ടുകളുണ്ടാവും. ബെറ്റർ എന്ന് വെച്ചാൽ നിങ്ങൾ ഡോക്ടർ കൺസൾട്ട് ചെയ്യാൻ പോകുമല്ലോ, ചെക്കപ്പിന് പോകുന്ന സമയത്ത് ഡോക്ടറോട് നിങ്ങൾക്ക് ചോദിക്കാം ഞാൻ എപ്പോൾ തൊട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്ന്. ഇത് ഞാൻ നോർമൽ ഡെലിവറി 1.5 month സിസേറിയൻ 2 month ശേഷമുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിളും എഫക്റ്റീവായിട്ടുള്ള വർക്കൗട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. പിന്നെ വർക്കൗട്ട് ഇതുവരെ ചെയ്യാത്ത കുറേ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഇത് പാർട്ട് 1 ആയിട്ട് നമുക്ക് എടുക്കാം. പാർട്ട് 2 ഞാൻ ഈ വീഡിയോന് ശേഷം ഒരു 2 or 3 weeks ശേഷം അപ്ലോഡ് ചെയ്തതായിരിക്കും. ഇത് നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് 2-3 ആഴ്ച ചെയ്യണം. പിന്നെ കുറേ പേർക്ക് ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ്, ഞാൻ ഡെലിവറി കഴിഞ്ഞു 1 year ആയി, 6 months ആയി, എൻ്റെ വയറ് മാത്രം ഒരു മിഡിലായിട്ടൊക്കെ ഉന്തി നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന്. അത് ഡയസ്റ്റിക് റെക്ടി എന്ന് പറയുന്നൊരു പ്രോബ്ലമാണ്. അത് ഒട്ടുമിക്ക ഡെലിവറിക്ക് ശേഷം ഒട്ടുമിക്ക സ്ത്രീകളിലും കാണുന്നതാണ്. വയറ് വീർത്ത് വരിക, തള്ളി വരിക. അതിനെ പറ്റിയിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ എക്സസൈസ് ഞാൻ ആ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ഇന്ന് നമുക്ക് ആഫ്റ്റർ ഡെലിവറിയിൽ പ്രസവശേഷമുള്ള വയറ് കുറയ്ക്കാനുള്ള ഈസിയും എഫക്റ്റീവായിട്ടുള്ള വർക്കൗട്ടിലേക്ക് പോവാം. ഓക്കെ, എക്സസൈസ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ലെഗ് റേസ് ആണ്. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് ലെഗ് റേസ് മോർ എഫക്റ്റീവ് ആൻഡ് വെരി യൂസ്ഫുൾ എക്സസൈസ് ആണ് ആപ്സിന് വേണ്ടിയിട്ട്. പക്ഷേ നമ്മൾ ലെഗ് റേസ് ചെയ്യുമ്പോൾ സ്പീഡിലാണ് ചെയ്യാറ്, കുറച്ച് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ. പക്ഷേ ആഫ്റ്റർ ഡെലിവറി ആണ് ഇത് വയറ് കുറക്കാനുള്ള എക്സസൈസ് ചെയ്യുന്നത്. ഡെലിവറി കഴിഞ്ഞിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് വളരെ സ്ലോ ചെയ്യുക, എത്ര സ്ലോ ചെയ്യുന്ന അത്ര എഫക്റ്റാണ് ഇത് ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് ലെഗ് റേസ് ഓക്കെ ഇതുപോലെ 90 ഡിഗ്രിയിലാണ് കാല് വെക്കേണ്ടത്. സ്ലോലി താക്കുക, ഓക്കെ, സ്ലോലി എത്തുക, ഓക്കെ, സ്ലോലി താഴ്ത്ത നമ്മൾ ശ്വാസം വിടുക. ഉയർത്തുമ്പോൾ ശ്വാസം വിടുകയാണ് വേണ്ടത്. ഉയർത്തുമ്പോൾ ശ്വാസം വിടുക, സ്ലോലി താഴ്ത്തുമ്പോൾ ശ്വാസം എടുക്കുക, ഉയർത്തുമ്പോൾ ശ്വാസം വിടുക. ഓക്കെ, ഇത് നിങ്ങളൊരു 10 round എങ്കിലും ചെയ്യണം. സ്റ്റാർട്ടിങ് ചെയ്യുന്നവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും 10 round ചെയ്യാം. 5-6 round നിങ്ങൾ ചെയ്യാൻ പരമാവധി ശ്രമിക്കുക. ഓക്കെ, ഇത് വളരെ സ്ലോ ചെയ്യുമ്പോൾ അത്രയും മാക്സിന് നമുക്ക് എഫക്റ്റ് ആയിരിക്കും. ഉയർത്തുമ്പോൾ പോലെ ശ്വാസം വിടുക, സ്ലോലി താഴ്ത്തുമ്പോൾ ശ്വാസം എടുക്കുക, ഉയർത്തുമ്പോൾ ശ്വാസം വിടുക, സ്ലോലി താഴ്ത്തുമ്പോൾ ശ്വാസം എടുക്കുക, ശ്വാസം വിടുക. ഓക്കെ, രണ്ടാമത്തെ എക്സസൈസ് ബ്രിഡ്ജാണ്. രണ്ടാമത്തെ എക്സസൈസിലൂടെ വെക്കുക. ഇതുപോലെ കാല് പരമാവധി ഇതുപോലെ ഈ ഒരു ഇതിൽ അടുപ്പിച്ച് വെക്കുക പരമാവധി ശരീരത്തിനോട്. എന്നിട്ട് ഉയർത്തുക. ഇതുപോലെ ഈ ഒരു ഏരിയ നമ്മൾ മുകളിലോട്ട് ഉയർത്തുക. എത്രത്തോളം മാക്സിമം നിങ്ങൾക്ക് ഉയർത്താൻ പറ്റുമോ അത്രയും നല്ലതാണ്. എന്നിട്ട്
ഹോൾഡ് ചെയ്യണം. ഹോൾഡ് ചെയ്യുമ്പോൾ ബ്രീത്ത് ഹോൾഡ് ചെയ്യാനല്ല, നമ്മൾ എവിടെ ഇത് ഹോൾഡ് ചെയ്ത് വെക്കുക. ബ്രീത്ത് ഇന്നും ഔട്ടും ചെയ്യാൻ സമയത്ത് ഒരു കുഴപ്പമില്ല. ഓക്കെ, എത്രത്തോളം നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും അത്രയും നല്ലതാണ്. പിന്നെ താഴ്ത്തുന്ന സമയത്ത് നമ്മൾ തറയിൽ ടച്ച് ചെയ്യാൻ പാടില്ല, ഇതുപോലെ താഴ്ത്തുക. ഇനി റിപ്പീറ്റ് ഹോൾഡ് ചെയ്യുക. ഓക്കെ, ഈ ഒരു ഏരിയ മാക്സിമം നമുക്ക് എത്ര വരുത്താൻ പറ്റുമോ അത്രയും എഫക്റ്റീവ് ആയിരിക്കും. ഓക്കെ, ഇതുപോലെ ഹോൾഡ് ചെയ്യുക. ഹോൾഡ് ചെയ്യാന്ന് വെച്ചാൽ ശ്വാസം ഹോൾഡ് ചെയ്യാനല്ല, ശ്വാസം ഹോൾഡ് ചെയ്ത് ശ്വാസം നമുക്ക് ഓർത്ത് കഴിഞ്ഞാൽ ശ്വാസം വിടുമോ പിടിച്ചൊക്കെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, താഴ്ത്തുമ്പോൾ തറയിൽ ടച്ച് ചെയ്യാൻ പാടില്ല. റിപ്പീറ്റ് ചെയ്യാം. നിങ്ങളിത് പരമാവധി 10 റൗണ്ടെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. ആദ്യ ഫീസ് ലെഗ് ഫീസാണ്. നേരത്തെ നമ്മൾ 2 കാലും ഒരുമിച്ച് ചെയ്തു. ഇത് ഓരോ കാലം സെപ്പറേറ്റ് ആണ് ചെയ്യുന്നത്. നമുക്ക് വർക്കൗട്ടിലേക്ക് പോവാം. ഓക്കെ, ഇപ്പോൾ കിടന്നിട്ട് നമ്മൾ കാലത്ത് കുറച്ച് പൊന്തിച്ച് കൊടുക്കും. ഇവരേലും പൊന്തിച്ച് വെക്കുക. എന്നിട്ട് 2 കാലും ഈ ഒരു 20 ഡിഗ്രി ആംഗിൾ വെച്ചിട്ട് 1 2 നമുക്ക് സപ്പോർട്ട് വേണ്ടി മാറ്റ് പിടിക്കാം, അല്ലെങ്കിൽ ഗ്ലൂട്ടിൻ്റെ ഇടയിൽ കൈ കൊടുക്കാം. ഓക്കെ, 1 2 3 4 5 6 7 8 9 10 11 12. ഇത് നിങ്ങൾ പരമാവധി എത്ര റൗണ്ട് ചെയ്യാൻ പറ്റും അത്രയും എഫക്റ്റീവ് ആയിരിക്കും. അടുത്തത് നമ്മൾ വർക്കൗട്ട് ഞാൻ പറഞ്ഞു ഓൾറെഡി ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ്. ആ വർക്കൗട്ടിന് ശേഷം എന്ത് ചെയ്യണം? ഇപ്പോൾ ഞാൻ 3 എക്സസൈസ് നിങ്ങൾക്ക് കണ്ടിന്യൂ ആയിട്ട് കാണിച്ചു തന്നു. അതിനുശേഷം നമ്മൾ ലാസ്റ്റ് ചെയ്യുന്നതാണ് പ്ലാങ്ക് ഹോൾഡ് ചെയ്യുക. ബിഗിനറാണ് അല്ലെങ്കിൽ ഏത് നമ്മൾ ആപ്സിന് വർക്കൗട്ട് ചെയ്താലും പ്ലാങ്ക് ഹോൾഡ് ചെയ്താൽ നമ്മുടെ ആപ്സിന് നല്ല സ്ട്രെങ്ത് കിട്ടും. ഓക്കെ, നമുക്ക് മെയിനായിട്ട് കോർ ചെയ്തിട്ട് നല്ല സ്ട്രെങ്ത് ആണ് വേണ്ടത്. അപ്പം നന്നായിട്ട് സ്ട്രെങ്ത് കിട്ടും. നമുക്ക് പ്ലാനിലോട്ട് എടുക്കാം. കൈ ഇതുപോലെ എടുക്കുക. ഷോൾഡറിന് നേരെയാണ് വരേണ്ടത്. കൈ രണ്ടും ഷോൾഡറിന് നേരെ വരണം. കൈ രണ്ടും ഷോൾഡറിന് നേരെ എടുക്കുക. കാല് ഇതുപോലെ ഇതിൽ നിൽക്കുക. കാല് പിന്നെ അരക്കെട്ട് ഓവറായിട്ട് കൊണ്ടാനും പാടില്ല, താഴാനും പാടില്ല. മുട്ട് മടങ്ങാതെ നിർത്തി വെക്കുക. കൈ രണ്ടും ഷോൾഡറിന് വരിക. നിങ്ങൾക്ക് എത്രത്തോളം ഹോൾഡ് ചെയ്യാൻ പറ്റുമോ അത്രയും നിങ്ങൾക്ക് സ്ട്രെങ്ത് കിട്ടും. ഓക്കെ, നിങ്ങൾ പരമാവധി ഹോൾഡ് ചെയ്ത് നിൽക്കുക. ഞാനിപ്പോൾ പരമാവധി ഹോൾഡ് ചെയ്യുന്ന ഈ വീഡിയോ ലെങ്തായി പോകും, അതുകൊണ്ട് ഞാൻ കുറച്ച് ഹോൾഡ് ചെയ്യുന്നുള്ളൂ. കറക്റ്റ് പ്ലാനിൻ്റെ പൊസിഷൻ ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലെ നിൽക്കുക. ഓക്കെ, മുട്ട മുടങ്ങാതെ. ഓക്കെ 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 ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പ്രസവശേഷമുള്ള വയറ് കുറക്കാനുള്ള ഒരു 3-4 എക്സസൈസ് ഞാൻ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. നമ്മളന്ന് കണ്ടു. നിങ്ങളിത് 2 ആഴ്ച 3 ആഴ്ച കണ്ടിന്യൂ ആയിട്ട് ചെയ്താൽ ഉറപ്പായിട്ട് നല്ല റിസൾട്ട് കിട്ടും. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നല്ലൊരു ഇപ്പോൾ പ്രസവശേഷം അല്ലാത്തവർക്ക് ഈ എക്സസൈസ് ചെയ്യാം. അങ്ങനെയുള്ളവർക്ക് നല്ലൊരു ഡയറ്റും കൂടി ഫോളോ ചെയ്യാം. പ്രസവശേഷം ആഫ്റ്റർ ഡെലിവറി ആണെങ്കിൽ നിങ്ങൾ ഈ എക്സസൈസ് തന്നെ നന്നായിട്ട് ചെയ്താൽ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടും. ഇത് ജസ്റ്റ് ഒരു പാർട്ട് 1 ആയിട്ടാണ് എടുത്തത്. ഇത് സിമ്പിൾ എക്സസൈസ് ആണ്. പാർട്ട് 2-ൽ കുറച്ചുകൂടി സിമ്പിൾ എക്സസൈസ് എന്തുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ ബിഗിനേഴ്സ് ആയിരിക്കും. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഹാർഡായിട്ടുള്ള എക്സസൈസ് ഞാൻ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിരിക്കും, എനിക്ക് പറ്റുന്നില്ല എന്നിട്ട് നിങ്ങൾ സ്കിപ്പ് അടിച്ചിട്ട് പോകും. അപ്പോൾ ഇത് സിമ്പിളാണ്, സിമ്പിളായിട്ടുള്ള എക്സസൈസ് ആണ്. നിങ്ങൾ പരമാവധി കൗണ്ട് ചെയ്തിട്ട് ചെയ്യുക. പരമാവധി 10 റൗണ്ടും 20 റൗണ്ടും ഒക്കെ ചെയ്താലേ നമുക്ക് എഫക്റ്റ് ഉണ്ടാവും. കുറച്ച് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ പാർട്ട് 2-ൽ ഞാൻ കുറച്ചുകൂടി ഹാർഡായിട്ടുള്ളത് കൊണ്ടുവരുന്നതായിരിക്കും. നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വർക്കൗട്ടുകൾ നിങ്ങൾ 2 ആഴ്ച കണ്ടിന്യൂ ആയിട്ട് ചെയ്യുക. 2-3 ആഴ്ച കണ്ടിന്യൂ ആയിട്ട് ചെയ്യുക. പാർട്ട് 2 ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നോട്ടിഫിക്കേഷൻ വരാൻ ബട്ടൺ എനാബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോഴേ ഞാൻ അടുത്ത വീഡിയോയിലും നിങ്ങൾക്ക് വേഗം എത്തത്തുള്ളൂ. അപ്പോൾ താങ്ക് യു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.